ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു പോക്കറ്റാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് മേക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുട്ടികളുടെയൊക്കെ നിക്കറിൽ വെക്കുന്നതിന് പോക്കറ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ നൈറ്റിയുടെ രണ്ട് സൈഡിലൊക്കെ, നൈറ്റ് ഡ്രസ്സിൻ്റെ രണ്ട് സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഒരു പോക്കറ്റാണ് നമ്മളിപ്പം ഒരു ക്ലോത്തിൽ മേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഒരു പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഈ ക്ലോത്താണ് നമ്മുടെ മെയിൻ ക്ലോത്തായിട്ട് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ നൈറ്റിയാണ് നൈറ്റിയുടെ ക്ലോത്തായിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം പോക്കറ്റ് വെക്കാനായിട്ടുള്ള ഇതുപോലത്തെ ഒരു പീസാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനേറെ ഒരു ലെങ്ത് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്ത് കൊടുക്കാവേ. അപ്പം നമുക്ക് ഒരു 32 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇരിക്കും നമ്മളുടെ പോക്കറ്റിൻ്റെ നീളവേ. ഇനി നമ്മൾ 6 ഇഞ്ചാണ് വീതിയും കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എത്രയാണോ അത് ഇഷ്ടം പോലെ കൊടുക്കാവേ. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എവിടെയാണോ പോക്കറ്റ് നമുക്ക് വേണ്ടത് അവിടേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 1 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ആ 1 ഇഞ്ച് കിട്ടാനായിട്ട് നമ്മളുടെ ഈ ഒരു സ്കെയിലിന് 1 ഇഞ്ചാണ് വീതിയെ. അപ്പോൾ നമ്മൾ ഈ സ്കെയിൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സൈഡ് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയും നമ്മളുടെ ഈ ഒരു ക്ലോത്തിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ വരച്ച് കൊടുത്തെടുത്തുകൂടെ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കോർണറൊക്കെ ആ ഷേപ്പ് അതുപോലെ കിട്ടുന്ന രീതിയിൽ തന്നെ കുത്തിയെടുത്ത് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് എപ്പോഴും തരണേ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതുകൂടെ ഇഷ്ടമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ സെൻറ്റർ വഴി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. കോർണർ ഇതുപോലെ നമ്മൾ ഷാർപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ കോർണർ നല്ല ഷാർപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കണേ. ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ വന്ന് നമ്മളുടെ കോർണർ നല്ല നീറ്റാക്കി കൊടുക്കണേ. എങ്കിലേ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കോർണർ കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ ഇങ്ങനെ തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പോക്കറ്റിനായിട്ടുള്ള ക്ലോത്തിനെ ഇതുപോലെ തിരിച്ചിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഈ കോർണറൊക്കെ നമ്മളുടെ നെയിൽ കൊണ്ട് തന്നെ ഷാർപ്പാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ. എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതുപോലിപ്പം നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളിതിൻ്റെ പുറത്തുകൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇത് നമുക്ക് കുഞ്ഞു കുട്ടികളുടെയൊക്കെ നിക്കറയിൽ വയ്ക്കുന്നതാണ്. പിന്നെ നമുക്ക് നൈറ്റ് ഡ്രസ്സേ വെക്കാം, നൈറ്റിയെ വെക്കാം, അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു ടൈപ്പ് പോക്കറ്റാണ്. ഇതിന് ഡബിൾ ഓപ്പണും ഉണ്ട്. നമ്മളിപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ അയൺ ചെയ്തു അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. പതിച്ച് നമ്മൾ തയ്ച്ചിരിക്കുകയാണ്. ഇനി നമ്മളുടെ പോക്കറ്റിനായിട്ടുള്ള ക്ലോത്തിനെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആ സ്റ്റിച്ച് പോയിൻറ്റിൻ്റെ അവിടെ ആ ഓപ്പൺ വരുന്നതിന് തൊട്ടടുത്തായിട്ട് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാലൻസ് എടുത്ത് നമ്മളിങ്ങനെ ക്ലോസും ചെയ്ത് കൊടുക്കണം. ആ ഒറ്റ സ്ട്രിപ്പായിട്ടുള്ള ക്ലോത്തിനെ തന്നെയാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ മെയിൻ ക്ലോത്ത് മാറ്റിയതിന് ശേഷം നമ്മളുടെ ഈ ഒരു പോക്കറ്റിനായിട്ടുള്ള ക്ലോത്തിൻ്റെ സൈഡുകൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ നൈറ്റി ആണെങ്കിൽ നൈറ്റിയുടെ ക്ലോത്ത് ആയിരിക്കണം മെയിനായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഈ പോക്കറ്റിനായിട്ടുള്ള ക്ലോത്താണ് നമ്മൾ സ്ട്രിപ്പായിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് രണ്ട് സൈഡും. ഇപ്പം നമ്മളുടെ പോക്കറ്റ് ഇവിടെ നമുക്ക് നല്ല നീറ്റായിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കട്ടി ക്ലോത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ പാൻസിൻ്റെ ടൈപ്പ് ക്ലോത്തിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇതുപോലെ ഡബിൾ ഓപ്പണായിട്ട് ഇതിൻ്റെ പോക്കറ്റിൻ്റെ ഭാഗം ഇങ്ങനെ കിട്ടും. ഡബിൾ ഓപ്പണായിട്ട് നമുക്കിതുപോലെ കുട്ടികളുടെയൊക്കെ നിക്കറയിലൊക്കെ വെച്ച് കൊടുക്കാവേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.